തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് കൺട്രോൾ റൂം തുറന്നു. കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം MLA ആന്റണി ജോൺ നിർവഹിച്ചു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 15-ന് കൊടിയേറി മാർച്ച് 24-ന് ആറാട്ടോടെ സമാപിക്കും. തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി വന്ന് ദർശനം നടത്തി പോകാൻ നന്നായി തന്നെ ഈ ദേശത്തിന്റെ ഉത്സവം എന്ന നിലയിൽ 10 ദിവസം ആഘോഷപൂർവ്വം എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ തന്നെയാണ്. കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ M, ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജിജിമോൻ B, ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ EK, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ C ഗോവിന്ദ്, സിന്ധു പ്രവീൺ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ KP ജയകുമാർ, MN ജഗദീഷ്, S സജിത്, സൂരജ് C സോമൻ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.